ഇന്നൊരു അടിപൊളി BDF ആണ് ഉണ്ടാക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കതിന് വേണ്ടത് വലിയ പീസ് ബീഫാണ് വേണ്ടത്. മൂത്ത പീസ് തന്നെ വേണം, മൂത്ത ബീഫ്. നമുക്കത് വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾ എന്നിവയിട്ട് പുഴുങ്ങിയെടുക്കണം. ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഓവറായിട്ട് വേഗരുത്, ഓവറായിട്ട് വെന്താൽ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ വെന്ത പീസ് ഇതുപോലെ നീളൻ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ കട്ട് ചെയ്ത പീസ് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഉള്ള മസാല തയ്യാറാക്കാം. അതിന് കാശ്മീരി ചില്ലി ഒരു 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മുട്ടയുടെ വെള്ള കുറച്ച് ചേർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിനെഗറും കുറച്ച് ചെറിയൊരു പുളിപ്പിന് വേണ്ടി, പിന്നെ 1 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി, കുറച്ച് അരിപ്പൊടി, ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കുറച്ചും കൂടി വെള്ളമൊഴിച്ച ഓയിൽ എന്തെങ്കിലും വെള്ളമൊഴിച്ചൊക്കെ മിക്സാക്കി എടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണത് മസാല പിടിക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് വറുക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഈ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓവർ തീയിൽ ചെയ്യരുത്, കാര്യം ഇത് കരിഞ്ഞു പോകാൻ അതുണ്ട് മസാല. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൊരിയിച്ച് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിനോട് ചിലവർ ചതച്ച മുളക് ചേർക്കാറ്, ഞാൻ ചേർത്തില്ല, ലാസ്റ്റ് ചേർക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതിനോട് ഇത്തിരി വേപ്പില, പച്ചമുളക് അരിഞ്ഞിട്ടത്, വെളുത്തുള്ളി ചതച്ചിടണം തൊലിയോടുകൂടി. അതും നല്ല രുചിയാണ്, അത് കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൊരിയുന്നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി സോസും ചതച്ച മുളകും കൂടി ഇട്ടൊന്ന് കുഴച്ചെടുത്താൽ പ്രത്യേക രുചിയാണ്. എന്നാലും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കേ.